ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള കാവാതി തിറേനി എന്ന സ്ഥലത്താണ് ഇന്ന് ഞങ്ങളുള്ളത്. നമ്മളിന്ന് പോകുന്നത് ഫ്രാൻസിലെ ലൂർദ് മാതാവിൻ്റെ അതേ രൂപകൽപ്പനയിൽ പണികഴിപ്പിച്ചിട്ടുള്ള പിക്കോളോ ലൂർദ് അഥവാ ചെറിയ ലൂർദ് എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സൗത്ത് ഇറ്റലി എന്ന് പറഞ്ഞാലേ ഒരു മനോഹര ഭൂപ്രദേശമാണ്. സമുദ്രതീരങ്ങൾ, പർവ്വതനിരകൾ, പുരാതന നഗരങ്ങൾ, പ്രകൃതി സൗന്ദര്യം എന്നിവയെല്ലാം ചേർന്ന ഒരു അതുല്യ അനുഭവമാണ് കേട്ടോ. തെക്കൻ ഇറ്റലിയിൽ സാംസ്കാരികമായി പറയുകയാണെങ്കിൽ സംഗീതം, നൃത്തം, നാടകോത്സവങ്ങൾ, കാർണിവൽ ആഘോഷങ്ങൾ എന്നിവയായിട്ടെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നവരാണ് കേട്ടോ. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കുടുംബ ബന്ധവും, രണ്ട് ആതിഥ്യ മര്യാദയുമാണ് കേട്ടോ. പിന്നെ സൗത്ത് ഇറ്റലിയിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിസ്സ മർഗരീത്ത, അത് നിങ്ങൾ കഴിച്ചു നോക്കണം. എന്നാ പൊളിയാണെന്നറിയാവോ. അതുപോലെ തന്നെ വെറൈറ്റി പാസ്തകൾ, കടൽ മത്സ്യങ്ങൾ, ഒലിവ് ഓയിൽ, ചീസ്, വെജിറ്റബിൾസ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാചകകലയുടെ ഒരു മഹാസമുദ്രം തന്നെ ഈ സൗത്ത് ഇറ്റലിയിലുണ്ട് കേട്ടോ. അതെ, ശീതകാലം തണുപ്പാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ശാന്തമായ അന്തരീക്ഷമാണ് തണുപ്പ് സമയത്ത്. ഇറ്റലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കൂടുതലും ഉള്ളത് കാത്തലിക് ആണെന്ന്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് മതപരമായ ആഘോഷങ്ങളും തീർത്ഥാടനങ്ങളും. മൊത്തത്തിൽ സൗത്ത് ഇറ്റലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും സംസ്കാരപരമായ സമ്പത്തും ഈ രുചികൾ നിറച്ച ഫുഡും മനസ്സിന് കുളിർമയേറുന്ന കാലാവസ്ഥയും അതൊക്കെ ചേർന്ന ഒരു എന്താ പറയുക, ഒരു സഞ്ചാരത്തിൻ്റെ നക്ഷത്രം എന്ന് പറയാം നമുക്ക് ഈ സൗത്ത് ഇറ്റലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. സൗത്ത് ഇറ്റലി എന്ന് പറഞ്ഞ ഒരു പ്രദേശമല്ല, അതൊരു അനുഭവമാണ് കേട്ടോ. അതിൻ്റെ മതപരമായ എക്സ്പ്രഷൻസും സംസ്കാരപരമായ സമ്പത്തും രുചികൾ നിറച്ച ആഹാരവും പിന്നെ എന്താ പറയുക, മനസ്സിന് കുളിർമയേറുന്ന കാലാവസ്ഥയും ഇതെല്ലാം ചേർന്ന ഒരു സഞ്ചാരത്തിൻ്റെ നക്ഷത്രം എന്ന് പറയാം നമുക്ക് സൗത്ത് ഇറ്റലിയെ. ഇപ്പോഴിവിടെ വസന്തകാലമായതുകൊണ്ട് നമ്മളീ പോകുന്ന വഴികളിലൊക്കെ ഈ പൂത്തു നിൽക്കുന്നത് ചെറിയും പിന്നെ പ്ലമ്മിൻ്റെ മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വസന്തകാലമായതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ഒലിവ് മരങ്ങളാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇറ്റലി കേട്ടോ.
അതുപോലെ തന്നെ പ്ലംസ്, ചെറികൾ അതൊക്കെ പൂത്തു നിൽക്കുന്നതാണ് നമ്മൾ ഈ വഴിയരികിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാവയിൽ നിന്നും ഏതാണ്ട് കാൽനടയായി അരമണിക്കൂറിനുള്ളിലും ബസ്സിലാണെങ്കിൽ 15 മിനിറ്റിനും എത്തിച്ചേരാവുന്നതുമായ ഒരു സ്ഥലമാണ് ഈ അനൻസ്യാത്ത എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് പീക്കളോ ലൂർദ് എന്നറിയപ്പെടുന്ന ചെറിയ ലൂർദ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഇടവ വികാരി ഫ്രാൻസിലെ ലൂർദ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഫ്രാൻസ് സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന് മാതാവിൻ്റെ ദർശനം ഉണ്ടാവുകയാണ്. അദ്ദേഹം ഫ്രാൻസ് സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന് മാതാവിൻ്റെ ദർശനം ഉണ്ടാവുകയാണ്. നീ എന്നെയും കൂടെ കൊണ്ടുപോകൂ എന്നുള്ള ദർശനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടുത്തെ ജനങ്ങളോട് ഈ ദർശനമുണ്ടായ കാര്യം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ സഹായത്തോട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ചെറിയ ലൂർദിന് രൂപകൽപ്പന നൽകി ഇവിടെ. ഫ്രാൻസിലെ ലൂർദിൽ എങ്ങനെയാണ് മാതാവിൻ്റെ ആ ഗ്രോട്ട് നിർമ്മിച്ചിട്ടുള്ളത്, അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് ജപമാലയും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അനൻസ്യാത്ത എന്ന് പറയുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത്. കൂടുതലും ഇവിടെ തീർത്ഥാടകർ വരുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലാണ്. എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ ഒരു ഉറവ കണ്ടെത്തുകയും അതുവഴി ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് കുടിക്കാനുള്ള വിശുദ്ധ ജലം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞങ്ങളും വന്നോട്ട് കുടിച്ചു കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി നടത്തുന്നത്. അതെ, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.